രാവിലെ എനിക്കൊരു ചക്ക കിട്ടി തോട്ടത്തിൽ നിന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് കൊണ്ട് കൊടുത്താൽ അവിടെ വെച്ച് ക്ലീൻ ചെയ്താലേ എനിക്ക് ആവശ്യമുള്ളത് വീട്ടിൽ എടുത്തുകൊണ്ട് വരാമല്ലോ. ഇവിടെയാണെങ്കിൽ പിന്നെ ഫുള്ള് ഇവിടെ പിന്നെ ഇതിന് കളയാൻ പോകണം ഈ ചക്കമടലൊക്കെ. അപ്പം പിന്നെ ഗുണ്ട് പിന്നെ എൻ്റെ കൂടെ വേതാളം പോലെ അല്ല കൂടെ കയറിയിട്ടുണ്ട്. അവനെയും കൂടി കൊണ്ടുപോയി ഞാൻ ഇങ്ങനെ രണ്ടുപേരെ അകലം പാലിച്ച് ഇങ്ങനെ നിന്ന്. രണ്ടുപേർക്കും ഒരു പ്രശ്നവും ഇല്ല. അപ്പോഴാണ് അച്ഛൻ പറയണം, ഇന്നലെ അച്ഛന് പുറത്ത് ജോലി ഉണ്ടായിരുന്നപ്പം ആമി അഴിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊന്നും ആമി വന്നിട്ടില്ല. കണ്ട ഇവരുടെ സ്നേഹം നോക്കി. ഗുണ്ടുവിന് ഈ വീട്ടിൽ വരുമ്പോൾ ഉള്ള കുശുമ്പാണ് കേട്ടോ. ഇവൻ അവിടെ ചെന്നപ്പോൾ കുരയ്ക്കലും ഇല്ല, ചാട്ടവും ഇല്ല, ദേഷ്യവും ഇല്ല. അമ്മയുടെ അടുത്ത് സ്നേഹം മാത്രം. പക്ഷേ ഇവന് കുശുമ്പാണ്. ഇവിടെ ആമി വരണത് ഇഷ്ടവേ അല്ല. വേറൊന്നുമല്ല, അവൻ്റെ സ്നേഹം ആമി എടുത്തുകൊണ്ട് പോവൂന്നൊരു പേടി. നമ്മൾ ആമിയെ സ്നേഹിക്കുന്നത് കണ്ടാണ് അവന് കുശുമ്പ്. ഇപ്പം നോക്ക്, അവന് കടിക്കണ്ട, കുരയ്ക്കണ്ട. അവിടെ ചെന്നിട്ട് രണ്ടുപേരും ഞാൻ പേടിച്ചിട്ടാണ് ഇവനെ മാറ്റി കിടത്തിയത്. വെറുതെ ഞാൻ പോവാൻ നേരത്ത് ആമിയുടെ അടുത്തോട്ടൊന്ന് പോയപ്പം കൊണ്ടും കൂടി വന്നു. പക്ഷെ അവർക്ക് അവിടെ ഒരു കടിയും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആമി പോകുന്നേരം കൊണ്ട് കടിയും ബഹളമൊക്കെയാണ്. പിന്നെ വന്ന് ഞങ്ങൾ കാപ്പി കുടിക്കാതെയാണ് പോയത്. വീട്ടിൽ വന്ന് ഞാൻ 2 ഇഡ്ഡലിയും സാമ്പാറും ഗുണ്ടുവിന് ചായയിൽ മുക്കിയുള്ള ഒരു ഇഡ്ഡലി കൊടുത്ത്. ഒന്നല്ല ഒന്നും പാതിയൊക്കെ കഴിച്ചവന്. പിന്നെ മതിയായി. അവൻ്റെ ചെല്ലം നോക്കുക, അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങി വാടാം. പിന്നെ 2 ദിവസത്തെ വെയിൽ കണ്ടപ്പോഴേക്കും നമുക്കിവിടെ എല്ലാ ദിവസവും മഴയെന്ന് പറഞ്ഞാൽ 2 ദിവസം റെസ്റ്റ് തന്നതാണ് വിറകൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടാനായിട്ട്. ഇന്ന് നല്ല മഴയുണ്ട്. പിന്നെ നമ്മൾ ഗുണ്ടുവിന് ഉറക്കം തന്നെയല്ലോ. കാപ്പിയും കുടിച്ചിട്ട് നല്ല ഉറക്കം. ഇഡ്ഡലിയും കഴിച്ച് ആ നേരം മുതൽ ഉറങ്ങുവാണ്. ഞാൻ പോയി ഉണർത്താൻ ശ്രമിച്ചു നോക്കിയതാ. ഇപ്പോൾ ഉച്ചയായല്ലോ, ഇപ്പം 2 മണിയാവാൻ പോണം. അപ്പോൾ ഒന്ന് കഴിക്കാൻ വിളിച്ചതാണ്. എവിടെ അവന് കഴിക്കാൻ വിളിച്ചാൽ ഏറ്റവും ഇഷ്ടമില്ലാത്തതാണെന്ന് അറിയാമല്ലോ. നല്ല ഉറക്കമാണ്. ഞാൻ ഇനിയിപ്പോൾ വിളിച്ചുണർത്തും. ഇത് നിങ്ങൾ എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല. അവൻ കഴിക്കാൻ വിളിക്കുകയാണെങ്കിൽ അവൻ കുറച്ചുകൂടി ഉറങ്ങും. അങ്ങനത്തെ മടിയനാണ് എൻ്റെ ഗുണ്ടപ്പൻ.